ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം പരിചയപ്പെടുത്താം. യാഡ്ലി കൺട്രി ബ്രീസ്. ഇത് അതിൻ്റെ ഒരു പോക്കറ്റ് പെർഫ്യൂം ആണ് കേട്ടോ. വലുതും വരുന്നുണ്ട്. യൂഷ്വലി എല്ലാവരും വലുതാവും കണ്ടിട്ടുണ്ടാവുക. ഞാനിത് ഇങ്ങനെ പോക്കറ്റ് പെർഫ്യൂം കണ്ടപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു പർപ്പസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് എന്തുകൊണ്ടാണ് സാധാരണ പോക്കറ്റ് പെർഫ്യൂമിനേക്കാൾ കുറച്ച് ലെങ്ത് കൂടുതൽ വെച്ചാൽ ഇത് ഇവിടെ ഒരു ചിത്രം കണ്ടോ. അതായത് ഒരു മൊബൈൽ ഹോൾഡർ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഫോണിന്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചാൽ ഫോൺ ഒരു സ്റ്റാൻഡാക്കി യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിനാകെ 80 റുപ്പീസോ 70 റുപ്പീസ് എന്തോ പ്രൈസ് ഉള്ള ഒരു സാധനത്തിന് കൂടെ ഒരു ഫോൺ ഹോൾഡർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഓക്കെ, ഇതാണ് പെർഫ്യൂം. ഞാൻ അടുത്തിടെ വേറെ ഒരെണ്ണം കൂടി പരിചയപ്പെടുത്തിയിരുന്നു. ദിസ് വൺ. അതിന്റെ ബോക്സ് ഉണ്ടോ, ഇത് സാധാരണ ചെറിയ ബോക്സ് ആണ്. അത് ഈ ഒരു വലുപ്പമുള്ള, പക്ഷെ മറ്റത് കുറച്ച് വലുതാണ്. അപ്പൊ അതിന്റെ കാര്യം അതാണ്, ഇതിന്റെ കൂടെ ഫോൺ ഹോൾഡർ ഉള്ളതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ഒരു 18 ml ലെവലിലുള്ള ഒരു സാധനമാണ്. 18 ml തന്നെയാണ് സാധാരണ ഇങ്ങനെയുള്ള പെർഫ്യൂംസ്. 18 അല്ലെങ്കിൽ 15 അങ്ങനെയൊക്കെയാണ് കാണിക്കാറുള്ളത്. മോസ്റ്റ് ഓഫ് ദി യാഡ്ലി പെർഫ്യൂംസ് നമ്മൾ കാണാറുള്ളത് EDT അല്ലെങ്കിൽ EDP കോൺസെൻട്രേഷനിലാണ്. മോസ്റ്റ്ലി EDT ആണ് കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 90% നാച്ചുറലി ഡിറൈവ്ഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ വെർബന ആൻഡ് തുലിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ നോട്ട്സ് എന്നാണ് അവർ പറയുന്നത്. ഈ രണ്ട് പൂക്കളുടെ ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത്. ഇത് ആക്ച്വലി ഇങ്ങനെ അപ്ലൈ ചെയ്താല്, ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് വെറുതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബാണ്. ഇതും അതും ഞാൻ ആദ്യം കാണിച്ച യാഡ്ലിക്ക് അങ്ങനെ തന്നെ കേട്ടോ. ഈ യാഡ്ലിന്റെ പെർഫ്യൂംസിലൊക്കെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഭയങ്കര ഇനോഫെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് സാധനങ്ങളൊക്കെ കിട്ടുക. ഇതും അങ്ങനെ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെന്റ്, പക്ഷെ ലാസ്റ്റ് ചെയ്യൂല. അത് ഇതിന്റെ കേസിൽ അങ്ങനെയാണ്. പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഓട്ടം ബ്ലൂം, ഇത് അത്യാവശ്യം നിൽക്കുന്ന ഫ്രാഗ്രൻസ് ആണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അത് ലോഞ്ചിവിറ്റി ഉണ്ട്. ലോഞ്ചിവിറ്റി ഉള്ളത് അതിൽ ആ ഒരു യെല്ലോ ഫ്ലോറലൊക്കെ വന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ യെല്ലോ ഫ്ലോറൽ അല്ല, ഇതിലൊരു വൈറ്റ് ഫ്ലോറൽ പ്ലസ് ഈ ഒരു വെർബന ആൻഡ് തുലിപ്പാണ് വന്നിട്ടുള്ളത്. അത് അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു നോട്ടല്ല, അതുകൊണ്ടാണ് ഇത് അത്ര നിൽക്കാത്തത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണുള്ളത്, ടിപ്പിക്കൽ ഒരു ഫ്രഷ്നെസ്. അതിൽ നിന്ന് പിന്നെ മാറിയിട്ട് വൈറ്റ് ഫ്ലോറൽ നോട്ട്സിലേക്ക് വരികയാണ്. അതിന്റെ കൂടെയാണ് ഈ തുലിപ്പും വെർബനയൊക്കെ വരുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ വൈറ്റ് ഫ്ലോറൽ ഹിന്റും കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈഡോണിലേക്ക് പോകുമ്പോൾ ഇതൊരു വുഡി മസ്കി ഡ്രൈഡോണിലേക്കാണ് പോകുന്നത്. അതിൽ തന്നെ മസ്ക് ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഒരു അരോമാറ്റിക് മസ്കി നോട്ട്സിലേക്കാണ് പെർഫ്യൂം ചെന്നെത്തുക. ഫ്രാഗ്രൻസ് അങ്ങനെ എന്താ പറയുക, ഭയങ്കര ലൗഡറൊന്നുമല്ല, ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഈ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരുപാട് ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. പലപ്പോഴും ചിലരൊക്കെ നമ്മൾ അടുത്ത് കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ലേഡീസ് പെർഫ്യൂംസ് നിന്ന് കിട്ടുന്ന ആ ഒരു വൈബാണ് ഇതിലുള്ളത്. വളരെ അട്രാക്റ്റീവ് ആണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ലേഡീസൊക്കെ ഇത് ഇങ്ങനെ ബാഗിൽ കൊണ്ടുകൊടുക്കും പെർഫ്യൂംസ്, ഈ യാഡ്ലിൻ്റെതൊക്കെ. അപ്പോൾ ഒരു മോർണിംഗ് ഡ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കണ്ടിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ആണ് അത്. ഇതേപോലെ ഈ കൺട്രി ബ്രീസ്, ഈ സാധനങ്ങളൊക്കെ ചിലരുടെ കയ്യിൽ പോക്കറ്റിലുണ്ടാവും, ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ ബാക്ക് പാക്കിലൊക്കെ. അപ്പൊ നമ്മൾ ഈ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെർഫ്യൂം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഹാക്ക് ചെയ്യുന്ന ആളുകളാണ് ഇത്. നല്ല രീതിയിൽ ഇതിനെ പഞ്ചിയറായിട്ട് കൊണ്ടു നടക്കുന്നവർ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ചാർജ് ചെയ്ത് കൊടുക്കും. അപ്പൊ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇതിന്റെ സെന്റ് കിട്ടും. അപ്പോ അതാണ്, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോക്കറ്റ് പെർഫ്യൂം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്കുള്ള ഒരു പരിപാടി അതാണ്. അതല്ലാതെ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങി വൈകുന്നേരം ചുറ്റി തിരിഞ്ഞ് വരുമ്പോൾ അപ്പോഴും ഫ്രാഗ്രൻസ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന് ഈ ഒരു ക്വാളിറ്റി ഉള്ളതല്ല യൂസ് ചെയ്യേണ്ടത്. അതിന് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഉള്ള പെർഫ്യൂംസ്, കുറച്ചും കൂടി പഞ്ചിയർ ആയിട്ടുള്ള നോട്ട്സ് ഉള്ളത് യൂസ് ചെയ്യണം. അതല്ലാതെ വളരെ നോർമലായിട്ട് എലഗൻ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുന്നവർക്കേ അത് പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചാർജ് ചെയ്യാൻ 70 രൂപയ്ക്ക് 18 ml ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഫ്രാഗ്രൻസ് അതാണ്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ലോഞ്ചിവിറ്റി ഒന്നും പറയാനില്ല. ഒരു വളരെ നേരിയ പ്രൊജക്ഷൻ എന്നേ പറയാനുള്ളൂ. 50 അല്ല 30 മിനിറ്റ്സിന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനേ ഉള്ളൂ. അവിടെ നമുക്കൊരു 1.5 to 2 hours വരെ ലോഞ്ചിവിറ്റി ഉണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും പോകില്ല. മാക്സിമം 2 hours വരെ ഇത് നമുക്ക് സെൻസ് ചെയ്യാൻ തന്നെ പറ്റണുള്ളൂ. അത് കോട്ടൺ ഡ്രസ്സിൽ ഓവർ അപ്ലൈ ചെയ്താൽ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാച്ചാൽ വീണ്ടും ചാർജ് ചെയ്യുക. ചാർജ് ചെയ്യുമ്പോൾ കുറേ ചാർജ് ചെയ്യണ്ട, ഒരു 3-4 സ്പ്രേ വെച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്ത് പോവുക. അതല്ലാത്ത ഒരു പരിപാടിക്ക് പറ്റൂല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു എലഗന്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഓഫീസ് യൂസിന് പറ്റിയതാണ്. വെഡ്ഡിങ് പാർട്ടികൾക്കൊന്നും ഇത് അപ്ലൈ ചെയ്ത് പോയാൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈവനിങ്ങിലൊക്കെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് പോയാലൊന്നും ഇത് നോട്ടീസ് ചെയ്യൂല. അതല്ലാതെ ഓഫീസ് യൂസ്, പിന്നെ എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും കേട്ടോ. അത് ഭയങ്കര ലൗഡർ അല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസിന് കിട്ടുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും കിട്ടും. ഓൺലൈനായിട്ട് ഇത് ചെറുത് കണ്ടിട്ടില്ല, വലുതാണ് കണ്ടിട്ടുള്ളത്. ചെറുത് ഉണ്ടെങ്കിൽ തന്നെ നൈക്കയിലാണ് കാണുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഫ്രാഗ്രൻസ് തന്നെ ഫ്രഷ്നെസ് ആണ്. അതിന്റെ കൂടെ തന്നെ മിഡിൽ നോട്ട്സിൽ വൈറ്റ് ഫ്ലോറലും പിന്നെ വെർബൻ ആൻഡ് തുലിപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു മസ്കി നോട്ടും. അപ്പോൾ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നോക്കുന്നവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. So anyways, that's all about this video. Thanks for watching.